Hi friends, welcome back to Candela Study Circle. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് എക്സിലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് സ്റ്റോറിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y is equal to x dy by dx plus dy by dx inverse. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി -1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ y is equal to x dy by dx plus dy by x ഇൻവേഴ്സ് എന്ന ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ ആണ് എന്ത്, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ നൽകിയിരിക്കുന്നത് y is equal to x dy by dx പ്ലസ് നമുക്ക് dy by dx ഇൻവേഴ്സിനെ നമുക്ക് എന്താക്കി മാറ്റാം, അത് 1 dy by dx ആണ്. സോ dx മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും, dx by dy എന്ന് വരും. സോ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, രണ്ട് ഭാഗത്തും dy by dxനോട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അപ്പോൾ ഇവിടെ എന്ത് വരും, y dy by dx പ്ലസ് x dy by dx ഇൻറ്റു dy by dx പ്ലസ് dx by dy ഇൻറ്റു dy by dx. അപ്പോൾ ഈ ഒരു ഫോം ഇങ്ങനെ തന്നെ വരും, y dy by dx is equal to ഇവിടെ dy by dx ഇൻറ്റു dy by dx ദാറ്റ് ഈസ് x dy by dx ദ ഹോൾ സ്ക്വയർ എന്ന് വരും. പ്ലസ് ഇവിടെ നമുക്ക് dxും dxും കട്ട് ചെയ്തു, ഈ dyയും dyയും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 വരും. സോ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, x dy by dx സ്ക്വയർ മൈനസ് y dy by dx പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. സോ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവറാണ്. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും dy by dx ആണ്. അപ്പം അതിലുള്ളതിൽ ഏറ്റവും വലിയ പവർ 2 ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ 2. അടുത്ത ചോദ്യം, if tan theta is equal to 4/5 then what is the value of 4 sin theta minus 5 cos theta whole divided by 4 sin theta plus 5 cos theta? Option A 1, option B 9/41, option C 8/15, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ടാൻ തീറ്റയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4/5. അങ്ങനെയെങ്കിൽ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വാല്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിത് ഫസ്റ്റ് ഇത് നമുക്ക് നൽകിയിട്ടുള്ളത് ടാൻ തീറ്റ ആയതുകൊണ്ട് എല്ലാ ടേമിനെയും നമുക്ക് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എന്ത് വരും, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. സോ ഇപ്പോൾ ഇവിടെ 4 ടാൻ തീറ്റ മൈനസ് ഇവിടെ കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്നത് 1 ആണ്. സോ അപ്പോൾ ഇവിടെ എന്ത് ബാക്കി ഉണ്ടാവും, 5 ബാക്കി ഉണ്ടാവും ഡിവൈഡ് ബൈ, ഇവിടെയും സെയിം തന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റയാണ്. സോ 4 ടാൻ തീറ്റ പ്ലസ് ഇവിടെ സെയിം 5 തന്നെ വരും. സോ ഇനി നമുക്ക് ടാൻ തീറ്റയുടെ വാല്യൂ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു 4/5 മൈനസ് 5 ഓൾ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 4/5 പ്ലസ് 5. ഇപ്പോൾ ഇവിടെ 4 ഇൻറ്റു 4 16 ആണ്, 16/5 മൈനസ് 5 ഡിവൈഡ് ബൈ 16/5 പ്ലസ് 5 എന്ന് വരും. സോ ഇവിടെ 16 ഇൻറ്റു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ആണ്, മൈനസ് 25 ഡിവൈഡ് ബൈ സെയിം തന്നെ ഇവിടെ 16 പ്ലസ് 25 എന്ന് വരും. അപ്പോൾ ഇവിടെ താഴത്ത് ഒരു 5 വരും, രണ്ടിൻ്റെ ടൈമിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഹോൾ ഡിവൈഡ് ബൈ 5 വരും, ഇവിടെ ഹോൾ ഡിവൈഡ് ബൈ 5 വരും. സോ അത് കട്ട് ചെയ്തു, അതുകൊണ്ട് ഞാനിവിടെ എഴുതിയിട്ടില്ല. സോ എന്ത് വരും, 16 മൈനസ് 25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -9 ആണ് ഡിവൈഡഡ് ബൈ 16 പ്ലസ് 25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 41 ആണ്. സോ എന്താണ് ഇതിൻ്റെ വാല്യൂ, -9/41. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ 9/41 ഉണ്ട്, പക്ഷേ -9/41 ഇല്ല.
സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, നൺ ഓഫ് ദിസ്. അടുത്ത ചോദ്യം, ഇഫ് ദ ആംഗിൾ തീറ്റ ഈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് and cot theta is equal to 1 by root 3, then what is the value of sin theta plus cos theta? Option A 1 plus root 3, option B root 3 minus 1 all divided by 2, option C 1 minus root 3 all divided by 2, option D root 3 plus 1 all divided by 2. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ആംഗിൾ തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഉള്ളത്. അപ്പം കോട്ട് തീറ്റയുടെ വാല്യൂ നൽകിയിട്ടുണ്ട്. കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 3 ആണ്. അങ്ങനെയെങ്കിൽ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കോട്ട് തീറ്റ നമ്മൾ എങ്ങനെ കാണുക? കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലേ? സോ നമുക്ക് റഫ് ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുള്ളത് 1 ആണ്. ഓപ്പോസിറ്റ് സൈഡിൻ്റെ വാല്യൂ ഇവിടെ റൂട്ട് 3 ആണ്. സോ സ്വാഭാവികമായിട്ടും ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് 1:2:√3 എന്നുള്ള റിലേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ 2 കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ വാല്യൂ ആണ്. സൈൻ തീറ്റ നമുക്ക് എങ്ങനെ കാണാം? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് റൂട്ട് 3/2 പ്ലസ് നെക്സ്റ്റ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് 1/2. ഇപ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ സെയിം ആണ്, 2 റൂട്ട് 3 പ്ലസ് 1. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി റൂട്ട് 3 പ്ലസ് 1/2 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to π/4 e raised to tan x into sec square x dx. ഓപ്ഷൻ എ ഇ, ഓപ്ഷൻ ബി ഇ മൈനസ് 1, ഓപ്ഷൻ സി 2e + 1, ഓപ്ഷൻ ഡി 0. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ വാല്യൂ എന്താണെന്നാണ്. സോ നമുക്കിവിടെ ടാൻ എക്സിനെ നമുക്ക് ടി ആയിട്ടും ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് sec square x ആണ്. സോ ഇതിന് നമുക്ക് ഡി ടി ആയിട്ടും പരിഗണിക്കുകയാണെങ്കിൽ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to π/4 e raised to t dt എന്ന് വരും. സോ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ ഇ റേസ് ടു ടി 0 to π/4 എന്ന് വരും. ഇനി നമുക്ക് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻ എക്സ് ആണ്, വാല്യൂ കൊടുക്കാം. സോ ഇ റേസ് ടു ടാൻ എക്സ് 0 to π/4, അതായത് എന്ത് വരും? ഇ റേസ് ടു ടാൻ π/4 മൈനസ് ഇ റേസ് ടു 0. അപ്പം ഇ റേസ് ടു ടാൻ π/4, ടാൻ π/4 എന്ന് പറഞ്ഞാൽ ടാൻ 45 ആണ്. ടാൻ 45ൻ്റെ വാല്യൂ 1 ആണ്. സോ ഇ റേസ് ടു 1 മൈനസ് ഇ റേസ് ടു 0 എന്ന് കൊടുക്കാം. സോ ഇ റേസ് ടു 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇ ആണ്. ദെൻ ഇ റേസ് ടു 0യുടെ വാല്യൂ 1 ആണ്. സോ ആൻസർ എന്ത് വരും? ഇ മൈനസ് 1. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, the solution for the differential equation dy/y plus dx/x is equal to 0 is option A x plus y is equal to c, option B xy is equal to c, option C log x into log y is equal to c, ഓപ്ഷൻ ഡി 1/y plus 1/x is equal to c. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ dy/y പ്ലസ് ഇൻ്റഗ്രൽ dx/x ഇൻ്റഗ്രൽ 0. അപ്പോൾ ഇവിടെ 1/y dy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗ് y ആണ്, പ്ലസ് ഇപ്പോൾ ഇവിടെ 1/x dx പറഞ്ഞാൽ ലോഗ് x ആണ്, ഈക്വൽ ടു ഇവിടെ ലോഗ് സി എന്ന് വരും. സോ ലോഗ് വൈ പ്ലസ് ലോഗ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗ് എക്സ് വൈ ആണ്, ഈക്വൽ ടു ലോഗ് സി. സോ ലോഗ് രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി എന്ന് വരും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു സി. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇപ്പോൾ നമുക്കൊരു മെട്രിക്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 4/3, ഓപ്ഷൻ ബി 2/3, ഓപ്ഷൻ സി 1/3, ഓപ്ഷൻ ഡി 5/3. അപ്പോൾ നമുക്കിത് ഡിറ്റർമിനൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. സോ ഡിറ്റർമിനൻറ്റ് കാണാം. ഇവിടെ എക്സ് ഇൻറ്റു 0 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 0 ആണ്, മൈനസ് 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞെങ്കിൽ 15 ആണ്.
നെക്സ്റ്റ് മൈനസ് 1 ഇൻറ്റു ഇവിടെ 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ആണ്. ദെൻ 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12. സോ 12 മൈനസ് 12 എന്ന് വരും. പ്ലസ് നെക്സ്റ്റ് 2 ഇൻറ്റു ഇപ്പോൾ ഇവിടെ 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആണ്. ദെൻ 4 ഇൻറ്റു 0 ദാറ്റ് ഈസ് 0. എന്ത് വരും ഇവിടെ മൈനസ് 15x. ഇവിടെ 12 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 0 ആയി. 0 ഇൻറ്റു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. നെക്സ്റ്റ് ഇവിടെ എന്താണത്? 2 ഇൻറ്റു 10 ദാറ്റ് ഈസ് 20 പ്ലസ് 20. സോ ഈ ഒരു മൈനസ് 15 സമത്തിന് ഇപ്പുറത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ 15x ഈസ് ഈക്വൽ ടു 20. സോ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 20/15 ദാറ്റ് ഈസ് 4/3. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3? ഓപ്ഷൻ എ π/3, ഓപ്ഷൻ ബി മൈനസ് π/3, ഓപ്ഷൻ സി π/6, ഓപ്ഷൻ ഡി 2π/3. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3യുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഈ സൈൻ 2π/3യെ നമുക്ക് എന്താക്കി മാറ്റി എഴുതാം? പൈ മൈനസ് π/3. ഇപ്പോൾ സോൾവ് ചെയ്ത് നമുക്ക് എന്തെന്നാ കിട്ടുക? 2π/3 ആണ് കിട്ടുക. ഇനി അടുത്ത റിലേഷൻ സൈൻ പൈ മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ തീറ്റയാണ്. സോ ഈ റിലേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. സോ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ മൈനസ് π/3 ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ π/3 ആവും. സോ സൈൻ ഇൻവേഴ്സ് സൈൻ π/3 ഈസ് ഈക്വൽ ടു എന്ത് വരും? π/3. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ π/3 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള എക്സ് ഇസ് ഈക്വൽ ടു y² മൈനസ് 6y പ്ലസ് സി ലൈസ് ഓൺ ദ y ആക്സിസ്, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സി ഈസ്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി -3, ഓപ്ഷൻ സി -9, ഓപ്ഷൻ ഡി 9. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു പരാബോളയുടെ ഇക്വേഷൻ നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു y² മൈനസ് 6y പ്ലസ് സി. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? y മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു എക്സ് മൈനസ് എച്ച് ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ ഈ ഒരു ഫോമിലേക്ക് മാറ്റുമ്പോഴേ നമുക്ക് സിയുടെ വാല്യൂ കിട്ടുള്ളൂ. സോ നമുക്കിവിടെ y മൈനസ് കെ ദ ഹോൾ സ്ക്വയർ എന്നൊരു ടേം വരുന്നുണ്ട്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു y² മൈനസ് 6y പ്ലസ് സി, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു a മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഒരു ടേമിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു y² ഉണ്ട്, ഇവിടെ ഒരു 6y ഉണ്ട്. അതായത് y മൈനസ് ഒരു സംഖ്യയുടെ ഹോൾ സ്ക്വയർ ആണ് എന്ത്? ഈ തന്നിരിക്കുന്ന y² മൈനസ് 6y എന്ന ഭാഗം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ 6y ആണ്, ദാറ്റ് ഈസ് 2ab ആണ്. അപ്പോൾ നമുക്ക് ഒരു ടേം y ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്ക് y കൊടുക്കുകയാണെങ്കിൽ 2a എന്ന ടേം ആണെന്ത്? ഈ ഒരു 6. സോ a ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ y മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്നൊരു വാല്യൂ ഇവിടെ കിട്ടും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു 9 ആഡ് ചെയ്യുകയും 9 മൈനസ് ചെയ്യുകയും വേണം. സോ എക്സ് ഇസ് ഈക്വൽ ടു y² മൈനസ് 6y പ്ലസ് 9 മൈനസ് 9 പ്ലസ് സി. സോ ഇനി നമുക്കിതിനെ എക്സ് ഇസ് ഈക്വൽ ടു y മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇവിടെ ബാക്കി ഉണ്ടാകുന്ന ഒരു -9 പ്ലസ് സി ആണ്. സോ -9 പ്ലസ് സി. ഇതിനൊന്നും കൂടി നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു y മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് സി -9 എന്ന് വരും. സോ ഈ ഭാഗത്തുനിന്ന് സി ഈസ് ഈക്വൽ ടു 9 എന്ന് നമുക്ക് എഴുതാം. സോ ഇവിടെ സിയുടെ വാല്യൂ എന്താണ്? ഓപ്ഷൻ ഡി 9 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ ചോദിക്കാം. സോ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.